ഹലോ സ്റ്റുഡൻസ്, നമ്മൾ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു? സീനോറാബ്ഡിറ്റിസ് എലിഗൻസിനകത്തെ പാറ്റേൺ ഫോർമേഷനും ആക്സിസ് സ്പെസിഫിക്കേഷനുമാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് കണ്ടത്. അതിൻ്റെ ലാസ്റ്റ് പാർട്ട് ഇച്ചിരി മിസ്സായി പോയിട്ടുണ്ട്, അതിവിടെ പറയാം. അതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഡിവിഷൻ കണ്ടില്ലായിരുന്നു. സെൽസിൻ്റെ ഡിവിഷനകത്ത് EMS സെൽസ് അവ ഡിവൈഡ് ചെയ്ത് MS ബ്ലാസ്റ്റോമിയർ ഫോം ചെയ്യുന്നു. MS ബ്ലാസ്റ്റോമിയർ ഫാരിങ്സ് ആയിട്ട് പിന്നീട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ആൻറ്റീരിയർ സെല്ലിൻ്റെ ABA സെൽസിൻ്റെ ഗ്രാൻഡ് ഡോട്ടേഴ്സും ഫാരിങ്സ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ പോസ്റ്റീരിയർ സെല്ലിൻ്റെ ഒരു ഭാഗവും ആൻറ്റീരിയർ സെല്ലിൻ്റെ മറ്റൊരു ഭാഗവും ഇവ രണ്ടും കൂടെ എന്ത് ചെയ്യും? ഒരു അവസരത്തിൽ കമ്പൈൻ ആകും. അങ്ങനെ കമ്പൈൻ ആകുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആക്സിസ് ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രോസോഫിലയ്ക്കകത്തെ പാറ്റേൺ ഫോർമേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഒന്ന് റീകോൾ ചെയ്യാം. സീനോറാബ്ഡിറ്റിസിനകത്ത് എങ്ങനെയായിരുന്നു ആക്സിസ് ഫോർമേഷൻ ഉണ്ടായിരുന്നത്? ഊസൈറ്റിലേക്ക് സ്പേം എൻട്രി ആകുമ്പം സ്പേമിൻ്റെ പ്രോന്യൂക്ലിയസ് എവിടെ ലോക്കലൈസ് ആകുന്നു അതായിരുന്നു അതിൻ്റെ ആക്സിസിനെ ഡിറ്റർമൈൻ ചെയ്തിരുന്നത്. എന്നാൽ നമ്മൾ ഈ ഡ്രോസോഫില വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തികച്ചും വ്യത്യസ്തമായിട്ട് സ്പേം എൻട്രിക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഊസൈറ്റ് ഫോർമേഷൻ്റെ സമയത്ത് തന്നെ അവിടെ ആക്സിസ് സ്പെസിഫിക്കേഷൻ നടക്കും എന്നുള്ളതാണ്. അപ്പം ഇവിടെ പാറ്റേൺ ഫോർമേഷൻ എവിടെയാണ് ബിഗിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഡെവലപ്പിംഗ് എഗ്ഗിനകത്ത് തന്നെ പാറ്റേൺ ഫോർമേഷൻ തുടങ്ങുക ചെയ്യും. അതേപോലെ തന്നെ മെറ്റേണൽ mRNA എസിമെട്രിക്കലായിട്ട് ലോക്കലൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ആക്സിസ് ഫോർമേഷൻ ഇവിടെ ഉണ്ടാകുന്നത്. അപ്പം ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് സ്പേം എൻട്രി ആകുമ്പോൾ ഓൾറെഡി പ്രിൻസിപ്പൽ ആക്സിസ് ആ ഊസൈറ്റിനകത്ത് എന്ത് ചെയ്തു? പ്രിൻസിപ്പൽ ആക്സിസ് സ്പെസിഫൈഡ് ആയിരിക്കും. പിന്നീട് ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് ട്രിഗർ ചെയ്യപ്പെടുന്നത് mRNAയുടെ ട്രാൻസ്ലേഷനും അതുപോലെ തന്നെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ സിഗ്നലിംഗ് സെൻറ്റേഴ്സ് മാത്രമാണ് ഫെർട്ടിലൈസേഷൻ ട്രിഗർ ചെയ്യുന്നത്. അപ്പം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഡ്രോസോഫിലയ്ക്കകത്ത് ഊസൈറ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ എഗ്ഗ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുമ്പം തന്നെ അവിടെ എന്തുണ്ടായി? ആക്സിസ് സ്പെസിഫിക്കേഷൻ ഉണ്ടായി എന്നുള്ളതാണ്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ഈ സെൽ സ്പെസിഫിക്കേഷൻ ഓഫ് ഏർലി എംബ്രിയോണിക് സെൽസ് ടേക്ക് പ്ലേസ് ആസ് എ റിസൾട്ട് ഓഫ് സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനന്റ് സ്റ്റോർഡ് ഇൻ ദ ഊസൈറ്റ്. ഇപ്പം ഇവർ പറയുന്നത് എന്താണ്? ഈ പറയുന്ന പോലെ ഒരു ആക്സിസ് സ്പെസിഫിക്കേഷൻ നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഊസൈറ്റിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ആണ്. ഓക്കെ, സാധാരണ ഒരു സൈഗോട്ട് ക്ലീവ് ചെയ്ത് സൈഗോട്ടിനകത്ത് ക്ലീവേജ് നടന്നു കഴിയുമ്പോൾ ന്യൂക്ലിയയുടെ കൂടെ സൈറ്റോപ്ലാസത്തിൻ്റെ ഒരു പോർഷനും കൂടി അതിനകത്ത് വരും. ഇപ്പോൾ ന്യൂക്ലിയസ് പ്ലസ് സൈറ്റോപ്ലാസം ആണല്ലോ ഒരു സെല്ലെന്ന് പറയുന്നത്. അങ്ങനെയാണ് ബ്ലാസ്റ്റോമിയേഴ്സ് എല്ലാം തന്നെ ഫോം ചെയ്യുന്നത്. ഈ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ മോർഫോജനറ്റിക് ഡിറ്റർമിനൻസ് എന്ന് അതിനെ വിളിക്കുന്നു. ഈ മോർഫോജനറ്റിക് ഡിറ്റർമിനൻസ് ജീൻ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ജീൻ എക്സ്പ്രഷൻ കോസ് ചെയ്യുകയും അത് മൂലമാണ് ഓരോ സെല്ലും അതാത് ഫങ്ഷനിലേക്ക് മാറുന്നത്. അപ്പം ഇനി അത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. ഈ ഡ്രോസോഫിലയിൽ പാറ്റേൺ ഫോർമേഷൻ ബിഗിൻസ് ഇൻ ഡെവലപ്പിംഗ് എഗ് due to asymmetrical localization of mRNA, okay, and activation of particular signaling pathways. അപ്പം ഡ്രോസോഫിലയിൽ എന്താണെന്ന് പറഞ്ഞത്? ഡെവലപ്പിംഗ് എഗ്ഗിനകത്ത് തന്നെ ആക്സിസ് ഫോർമേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താ? അവിടെയുള്ള മെറ്റേണൽ mRNAസിൻ്റെ എസിമെട്രിക്കൽ ലോക്കലൈസേഷനും അതുപോലെ ചില സിഗ്നലിംഗ് പാത്വേസും ഒക്കെയാണ്. ഇവിടെ നമ്മൾ ഡ്രോസോഫിൽ നോക്കുവാണെങ്കിൽ ഈ എക്സെൽ അത് ഡിവൈഡ് ചെയ്ത് ഒരു സിൻഷ്യം ഫോം ചെയ്യുന്നു. സിൻഷ്യം എന്ന് പറഞ്ഞാൽ ഫ്രീ ന്യൂക്ലിയസ് മാത്രമുള്ള സൈറ്റോപ്ലാസ്മിക് എന്താ പറയുന്നത് സെൽ വോൾ ഫോർമേഷൻ ഒന്നുമില്ല. അത് വെറുതെ ഒരു ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നു. അങ്ങനെ ഈ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടന്നു കഴിയുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? കോമൺ ആയിട്ട് ഒരൊറ്റ സൈറ്റോപ്ലാസമാണ് ഈ ന്യൂക്ലിയസ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നത്. അപ്പം എന്ത് ഈ സൈറ്റോപ്ലാസത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്താലും അത് ഹോൾ എംബ്രിയോയിലേക്ക് എത്തിച്ചേരും. അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ
എങ്ങനെയാണ് ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡോർസൽ വെൻട്രൽ ഡിഫറൻസ് അവിടെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, എഗ്ഗിൻ്റെ പൊസിഷൻ എവിടെയാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ പൊസിഷനിങ് ഉണ്ടാകുന്നത്, ആക്സിസിൻ്റെ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമല്ല എഗ്ഗിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഫോളിക്കിൾ സെൽസ് തമ്മിലുള്ള ഇൻട്രാക്ഷനെ ബേസ് ചെയ്തും ഒക്കെയാണ്. ഇനി എഗ്ഗ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഓവ്യുലേഷൻ്റെ സമയത്ത് തന്നെ ഈ എഗ്ഗിൻ്റെ പാറ്റേൺ ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്യും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഊസൈറ്റ് അതിൻ്റെ നാരോ ഓറിഫേസിൽ കൂടി സ്ക്വീസ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ അയൺ ചാനൽസ് ഓപ്പണായി കാൽസ്യം അയോൺസ് അവിടെ ഫ്ലോ ചെയ്യാനായിട്ട് അനുവദിക്കും. അങ്ങനെ കാൽസ്യം അയോൺസ് ഫ്ലോ ചെയ്യുക വഴി മിയോട്ടിക് ഡിവിഷൻ റെസ്യൂം ചെയ്യുകയും സൈറ്റോപ്ലാസ്മിക് mRNAs ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ എഗ് ആക്സിസ് സ്പെസിഫൈ ആയി കിട്ടുന്നു. സ്പേമിൻ്റെ എൻട്രി നടക്കുന്ന സമയത്ത് അവിടെ ഓൾറെഡി എന്തുണ്ടായിട്ടുണ്ടാവും, ആക്സിസ് സ്പെസിഫൈഡ് ആയിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു എഗ്ഗ് എന്താ പറയുക, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീ സെല്ലുലാർ ഡിവിഷൻ നടന്നിട്ട് അവിടെ ഒരു സിൻഷീൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഡ്രോസോഫിലയ്ക്കകത്ത് 13th ഡിവിഷൻ വരെ ഇതുപോലെ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, 13th ഡിവിഷൻ സൈക്കിൾ വരെ. അതിനുശേഷം എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പ്ലാസ്മ മെംബ്രെയിന്, ഊസൈറ്റിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ സിംഗിൾ മെംബ്രെയിൻ ആയിരിക്കില്ല, ആ മെംബ്രെയിൻ അകത്തേക്ക് ഇൻവേർട്ട്ലി അവ ഫോൾഡ് ചെയ്ത് ഓരോ ന്യൂക്ലിയയ്ക്ക് ചുറ്റും അവ ഒരു എന്താ പറയുന്നത് വോള് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോരോ സിംഗിൾ ന്യൂക്ലിയസ് ആയിട്ട് അവയെ മാറ്റുന്നു. അങ്ങനെയാണ് ഇവിടെ ഒരു സെല്ലുലാർ ബ്ലാസ്റ്റോഡേം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം ഈ സെല്ലുലാർ ബ്ലാസ്റ്റോഡേം എന്ന് പറയുന്നത് യോക്ക് അല്ലെങ്കിൽ എഗ് സെല്ലിൻ്റെ ചുറ്റിനും ഒരു സിംഗിൾ ലെയേർഡ് ജാക്കറ്റ് പോലെ ഈ സെല്ലുലാർ ബ്ലാസ്റ്റോഡേം ഫോം ചെയ്യും. 13th ഡിവിഷൻ കഴിയുമ്പോൾ, 13th ഡിവിഷനിലാണ് ഈ ഇൻഫോൾഡിങ്ങും അവിടെ ബ്ലാസ്റ്റോഡേം ഉണ്ടാകലും ഒക്കെ ഉണ്ടാകുന്നത്. 13th ഡിവിഷൻ കഴിയുമ്പോഴത്തേനും എന്താ സംഭവിക്കുക, റേറ്റ് ഓഫ് ഡിവിഷൻ കുറയും, അതുപോലെ തന്നെ സെല്ലുലറൈസേഷനും കുറയും, RNA ട്രാൻസ്ക്രിപ്ഷൻ ഇൻക്രീസ് ചെയ്യും. ഈ ഒരു അവസ്ഥയെ മിഡ് ബ്ലാസ്റ്റുലാർ ട്രാൻസിഷൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? മിഡ് ബ്ലാസ്റ്റുലാർ ട്രാൻസിഷൻ എന്നാണ് വിളിക്കുന്നത്. ഈ മിഡ് ബ്ലാസ്റ്റുലാർ ട്രാൻസിഷൻ്റെ സമയത്ത് മെറ്റേണൽ mRNA ഡീഗ്രേഡ് ചെയ്യപ്പെടുകയും അതേപോലെ സൈഗോട്ടിക് ജീനോം കൺട്രോൾ ഏൽക്കുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഒരു ട്രാൻസിഷൻ, മിഡ് ബ്ലാസ്റ്റുലാർ ട്രാൻസിഷൻ ഉണ്ടാവുമ്പോൾ ഈ ട്രാൻസിഷൻ കൺട്രോൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ക്രോമാറ്റിൻ ടു സൈറ്റോപ്ലാസം റേഷ്യോ, സ്മോക്ക് പ്രോട്ടീൻസ്, സെൽ സൈക്കിൾ റെഗുലേറ്റേഴ്സ്, ഇവയൊക്കെയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. സ്മോക്ക് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ RNA ബൈൻഡിങ് പ്രോട്ടീൻസ് ആണ്. അവ mRNA ട്രാൻസ്ലേഷനെ എന്ത് ചെയ്യുന്നു, റിപ്രസ് ചെയ്യുന്നു. അങ്ങനെ മെറ്റേണൽ mRNAയുടെ ഡിസ്ട്രക്ഷന് കാരണമാകുന്നു ഈ സ്മോക്ക് പ്രോട്ടീൻസ്. ഇനി നമുക്കിതിനകത്തെ പ്രൈമറി ആക്സസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. പ്രൈമറി ആക്സസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് അറിയാം, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, സിംഗിൾ ഊഗോണിയമുണ്ട്. ആ ഊഗോണിയത്തിനെ സറൗണ്ട് ചെയ്ത് എന്താണ്, എപ്പിത്തീലിയൽ ഫോളിക്കിളുണ്ട് അല്ലേ. ഇനി ഇത് ഡിവൈഡ് ചെയ്ത്, ഈ ഊഗോണിയം ഡിവൈഡ് ചെയ്തിട്ട് 16 ഇൻ്റർകണക്റ്റഡ് സെൽസ് ആയിട്ട് മാറുന്നു. 16 ഇൻ്റർകണക്റ്റഡ് സെൽസ്. ഈ 16 ഇൻ്റർകണക്റ്റഡ് സെൽസിനകത്ത് 15 നേഴ്സ് സെൽസ് ആണ്. ഒരു ഊസൈറ്റ് പ്രിക്കേഴ്സറേ ഉള്ളൂ. ഇതാണ് എഗ് ചേമ്പറായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഊസൈറ്റ് ഈ എഗ് ചേമ്പറിൻ്റെ പോസ്റ്റീരിയർ പൊസിഷനിലായിരിക്കും ഊസൈറ്റ് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഒന്ന് നോക്കി, സിംഗിൾ ഊഗോണിയം എപ്പിത്തീലിയം ഫോളിക്കിൾ കൊണ്ട് സറൗണ്ട് ആയിട്ടിരിക്കുന്നു.
ഈ ഊഗോണിയം ഡിവൈഡ് ചെയ്ത് 16 സെൽസ് ഉണ്ടാകുന്നു. 16-നകത്ത് 15 നേഴ്സ് സെൽസ് ആണ്, ഒരു ഊസൈറ്റ് പ്രിക്കേഴ്സറേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം കൂടി ചേരുന്നതാണ് എഗ് ചേംബർ എന്ന് പറയുന്നത്. ഊസൈറ്റ് എവിടെയാണോ അതായിരിക്കും എഗ് ചേംബറിൻ്റെ പോസ്റ്റീരിയർ എൻഡ്. ഇനി ആൻറ്റീരിയർ പോസ്റ്റീരിയർ പൊളാരിറ്റി നോക്കാം. ഇവിടെ നമ്മൾ ഫോളിക്കിൾ എപ്പിത്തീലിയത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഊഗോണിയത്തിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ആ ഫോളിക്കിൾ എപ്പിത്തീലിയം ഇനിഷ്യലി വളരെ യൂണിഫോം ആയിരിക്കും. എന്നാൽ 2 സിഗ്നൽസ് ഇതിൻ്റെ യൂണിഫോമിറ്റി ബ്രേക്ക് ചെയ്യും. ഈ 2 സിഗ്നൽസിനെയും സെയിം ജീൻ, അതായത് ഗുർക്കൻ എന്ന് പറയുന്ന ഒരു ജീനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഗുർക്കൻ പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്നത് ആരാണെന്നറിയോ? നേഴ്സ് സെൽസ് ആണ് ഈ പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യുന്നത്. എന്നിട്ട് അവയെ എന്ത് ചെയ്യും? ഊസൈറ്റ് ന്യൂക്ലിയസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ആൻഡ് ഈ മെസ്സേജ് ഗുർക്കൻ പ്രോട്ടീനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യും. ഗുർക്കൻ സിഗ്നല്, ഗുർക്കൻ ജീൻസ് സെൻഡ് ചെയ്യുന്ന സിഗ്നലിനെ ഫോളിക്കിൾ സെൽസ് റിസീവ് ചെയ്യും. ആ റിസീവ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക റിസപ്റ്ററുണ്ട്. ആ റിസപ്റ്ററിനെ എൻകോഡ് ചെയ്യുന്നത് ടോർപെഡോ എന്ന് പറയുന്ന ജീനാണ്. ഓക്കെ, ടോർപെഡോ എന്ന് പറയുന്ന ജീൻ. അപ്പോൾ ടോർപെഡോ എന്ന് പറയുന്ന ജീന് ഈ ഗുർക്കൻ സിഗ്നൽസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസപ്റ്റർ പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ റിസപ്റ്റർ പ്രോട്ടീൻസിൽ കൂടി ഫോളിക്കിൾ സെൽസ് ഈ സിഗ്നലിനെ റിസീവ് ചെയ്യുന്നു. അങ്ങനെ ഫോളിക്കിൾ സെൽസിൻ്റെ പോസ്റ്റീരിയറൈസേഷൻ ഉണ്ടാകുന്നു. അതായത് പോസ്റ്റീരിയർ എൻഡിൽ ഈ ഫോളിക്കിൾ സെൽസ് എല്ലാം കൂടെ എന്ത് ചെയ്യും? ലോക്കലൈസ് ചെയ്യും. അപ്പം പോസ്റ്റീരിയറിൽ അറേഞ്ച് ആയേക്കുന്ന ഫോളിക്കിൾ സെൽസ് ഇനിയും ഊസൈറ്റിലേക്ക് ചില സിഗ്നൽസിനെ സെൻഡ് ചെയ്യും. അവ പാർ 1 പ്രോട്ടീനെ റിക്രൂട്ട് ചെയ്യുകയും ആ പാർ 1 പ്രോട്ടീൻസ് മൈക്രോ ട്യൂബ്യൂൾസിനെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡയറക്ഷനിൽ ഊസൈറ്റിനകത്ത് ഓറിയൻറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ലേ ഔട്ട് ചെയ്യുകയും ചെയ്യും. എന്താ ചെയ്യുന്നത്? പോസ്റ്റീരിയർലി ലേ ചെയ്തിരിക്കുന്ന ഫോളിക്കിൾ സെൽസ് സിഗ്നൽസ് സെൻഡ് ചെയ്ത് പാർ 1 പ്രോട്ടീൻസിനെ റിക്രൂട്ട് ചെയ്യുക വഴി മൈക്രോ ട്യൂബ്യൂൾസിനെ എങ്ങനെ അറേഞ്ച് ചെയ്യും? ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്യുന്നു. ഈ മൈക്രോ ട്യൂബ്യൂളിൻ്റെ ഓറിയൻറ്റേഷൻ വളരെ ക്രിട്ടിക്കലാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ പല മോട്ടോർ പ്രോട്ടീൻസും അവയുടെ mRNA അതുപോലെ തന്നെ പ്രോട്ടീൻ കാർഗോസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓറിയൻറ്റേഷനാണ് സ്വീകരിക്കുന്നത്. ഇനിയും ചില സൈറ്റോപ്ലാസ്മിക് കോമ്പനൻസും നമ്മുടെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ പൊസിഷനിങ്ങിന് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ മെറ്റേണൽ മെസ്സഞ്ചേഴ്സ്, അതായത് ബൈക്കോയിഡ് നാനോസ് എന്ന് പറയുന്ന മെറ്റേണൽ മെസ്സഞ്ചർ RNAs അവയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ mRNA മോട്ടോർ പ്രോട്ടീൻസിനെ ഈ mRNA ആണ് ഈ നമ്മുടെ മൈക്രോ ട്യൂബ്യൂൾസിൽ കൂടി മോട്ടോർ പ്രോട്ടീൻസ് ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആൻറ്റീരിയർ പോസ്റ്റീരിയർ പൊസിഷനിൽ മൈക്രോ ട്യൂബ്യൂൾസിൻ്റെ ഓറിയൻറ്റേഷൻ വളരെ പ്രധാനമാണെന്ന് പറയാനുള്ള കാരണമില്ല. അപ്പം ഈ മെറ്റേണൽ മെസ്സഞ്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈക്കോയിഡ് നാനോസ് mRNA ഈ മൈക്രോ ട്യൂബ്യൂൾസിൽ കൂടി കടന്ന് ആൻറ്റീരിയർ പോസ്റ്റീരിയർ എൻഡിൽ സ്ഥാപിക്കപ്പെടും. ആൻറ്റീരിയർ എൻഡിൽ ബൈക്കോയിഡും പോസ്റ്റീരിയർ എൻഡിൽ നാനോസുമായിരിക്കും സ്ഥാപിക്കപ്പെടുക. അപ്പം ഇതിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് ആൻറ്റീരിയർ പോസ്റ്റീരിയർ അല്ലെങ്കിൽ ഓരോന്നായിട്ട് ഡിഫറൻസിയേഷൻ അതായത് സെൽസിൻ്റെ ഡിഫറൻസിയേഷൻ ഇതിൻ്റെ ഓറിയൻറ്റേഷനെ ബേസ് ചെയ്തായിരിക്കും നടക്കുന്നത്. അതായത് ബൈക്കോയിഡ് കൂടുതലുള്ള ഭാഗം ഹെഡായിട്ട് മാറും, നാനോസ് കൂടുതലുള്ള ഭാഗമായിട്ട് ടെയിലായിട്ട് മാറും, ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളത് പല സെഗ്മെൻറ്റ്സ് ആയിട്ട് തൊറാക്സ് അതുപോലെയുള്ള പല സെഗ്മെൻറ്റ്സ് ആയിട്ടത് നിങ്ങൾക്ക് അടുത്ത ഒരു 2 സ്ലൈഡും കൂടെ കഴിയുമ്പോഴത്തേനും അതിൻ്റെ
നന്നായിട്ട് ഡയഗ്രാം കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോർസൽ വെൻട്രൽ പാറ്റേണിങ്ങിനെ കുറിച്ചാണ്. ഡോർസൽ വെൻട്രൽ പാറ്റേൺ, ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ പാറ്റേണിങ്ങിനെ കുറിച്ചാണ്. ഡ്രോസോഫിലയ്ക്കകത്തെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ പാറ്റേണിങ്ങിനെ കുറിച്ച്, എങ്ങനെയാണ് പോൾസ് രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഡോർസൽ വെൻട്രൽ പാറ്റേണിങ് എന്താണെന്ന് നോക്കാം. നമ്മൾ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസിനെ കുറിച്ച് പറഞ്ഞില്ലേ. അപ്പോൾ സൈറ്റോപ്ലാസ്മിക് ഡിറ്റർമിനൻസ് ഊസൈറ്റിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. ഊസൈറ്റിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുക വഴി ന്യൂക്ലിയസിനെ ആൻറ്റീരിയർ ഡോർസൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. ആൻറ്റീരിയർ ഡോർസൽ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുമ്പം ഗുർക്കൻ പ്രോട്ടീൻസ് ഊസൈറ്റിൻ്റെ ന്യൂക്ലിയസിനും ഊസൈറ്റിൻ്റെ സെൽ മെംബ്രെയിൻ്റെയും ഇടയ്ക്ക് ഒരു ക്രസൻറ്റിൽ ലോക്കലൈസ് ആയിപ്പോവും. അപ്പം ഈ എന്താ പറയുന്നത്, ഡോർസൽ സർഫസിൽ ഈ ഒരു ആൻറ്റീരിയർ പോസ്റ്റീരിയർ ഗ്രേഡിയൻറ്റ് ഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഈ പ്രോട്ടീൻ പ്രോഡക്റ്റ് ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് മാത്രമേ അവയ്ക്ക് ഡിഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനോട് അടുത്ത് കിടക്കുന്ന ഫോളിക്കിൾ സെൽസ് മാത്രം എന്താണ് അതിൻ്റെ സിഗ്നൽസ് റിസീവ് ചെയ്യുന്നു. എന്നിട്ട് കൂടുതൽ കോളംനാർ ഡോർസൽ ഫോളിക്കിൾ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഡോർസൽ വെൻട്രൽ പോളാരിറ്റി, ഞാൻ എഴുതി വന്നപ്പം സെൻട്രൽ നിന്നായിപ്പോയി, ഡോർസൽ വെൻട്രൽ പോളാരിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അപ്പം നിങ്ങളെല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. നന്നായിട്ട് ഈ 2 വീഡിയോസും നന്നായിട്ട് മനസ്സിരുത്തി കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസായിട്ട് നിങ്ങളെനിക്ക് സെൻഡ് ചെയ്യണം. വളരെ അതുപോലെ തന്നെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നോട്ട്സ് എഴുതിയെടുക്കുകയും വേണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ വായിച്ച് മനസ്സിലാക്കുക. ശരി, എന്നാൽ താങ്ക് യു.